ചില ദിവസങ്ങളെല്ലാം ഞാൻ ഉച്ചയ്ക്ക് അതിരമ്പഴ സ്കൂളിലാണ് പഠിച്ചത്, വീട്ടിലേക്ക് ഓടും. അപ്പോൾ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു ബന്ധുക്കളുടെ വീടുണ്ട്. അവിടെയാണ് എൻ്റെ വല്യമ്മ പോയി, അച്ചാൻ്റെ അമ്മ പോയി ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നത് അവിടെ നിന്നാണ്. അവർക്ക് നല്ല സാമ്പത്തികമൊക്കെ ഉണ്ട്. അപ്പം ഞാൻ സ്കൂളിൽ നിന്ന് അരമണിക്കൂർ ഓടിയെങ്കിലേ എനിക്ക് അവിടെ ചെന്ന് ചോറുണ്ടിട്ട് വീണ്ടും ഞാൻ ഓടിയെങ്കിലേ 1:45 ബെല്ലടിക്കുമ്പോൾ എനിക്ക് ക്ലാസ്സിലെത്താൻ കഴിയുള്ളൂ. അങ്ങനെ ഞാൻ ചോറില്ലാത്ത ദിവസം ഞാൻ ഓടി ആ വീട്ടിൽ ചെല്ലും, ചോറ് കഴിക്കും, തിരിച്ചു ഓടും. ഒരു ദിവസം ഞാൻ ആ വീട്ടിൽ ചെന്ന് ചോറുണ്ടോണ്ടിരിക്കുമ്പോൾ അപ്പോൾ എൻ്റെ വല്യമ്മച്ചി ഞാൻ അവിടെ ചെല്ലുമ്പം മിക്കവാറും ഒരു 1:30 ആകാറാവും. അപ്പോൾ കിണറ്റുകരെ ഒരു സൂര്യപ്രകാശത്തിൻ്റെ നിഴൽ നോക്കി ഒരു കല്ലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മയ്ക്കറിയാം ഞാൻ വരുന്ന സമയം. വല്യമ്മച്ചി ചോറ് ഉണ്ടിട്ട് പകുതി ചോറ് വെച്ചുകൊണ്ട് എന്നെ കാത്തിരിക്കുമായിരുന്നു. ആ പകുതി ചോറുണ്ടിട്ട് ഞാൻ സ്കൂളിലേക്ക് ഓടിപ്പോകുമായിരുന്നു. ഒരു ദിവസം ഈ പകുതി ചോറ് ഉണ്ടോണ്ടിരുന്ന സമയത്ത് ആ വീട്ടിലെ അമ്മച്ചി എൻ്റെ വല്യമ്മച്ചിയോട് പറയാണ്, അമ്മയ്ക്ക് തരുന്ന അമ്മ കഴിച്ചപ്പോൾ അമ്മ എന്തിനാ അവന് കൊടുക്കുന്നതെന്ന്. അപ്പം ഞാൻ ചോറ് വാരി കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അവിടുത്തെ അമ്മച്ചിയുടെ മുഖത്തേക്കൊന്ന് നോക്കി. അപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടം വന്നു. എന്നെ ചോറുണ്ണാതെ അവിടുന്ന് കിണറ്റുകരയിൽ നിന്ന് വെള്ളം കോരി കുടിച്ചിട്ട് സ്കൂളിലേക്ക് ഓടി.